വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത പലരും കൃഷിയെ ഒരു സ്വപ്നമായി മാത്രം കാണുമ്പോൾ പാട്ടത്തിനെടുത്ത തരിശുഭൂമിയിൽ വിജയകരമായി കൃഷി ചെയ്തുകൊണ്ട് മാതൃകയാകുന്ന നിരവധി കർഷകർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, ഭൂമിയില്ലായ്മ എന്ന വെല്ലുവിളിയെ കൃഷി എന്ന സ്വപ്നം കൊണ്ട് നേരിട്ട വയനാട് സ്വദേശി ലൈലയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആരും ശ്രദ്ധിക്കാതെ കിടന്ന തരിശുഭൂമിയെ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഫലഭൂയിഷ്ടമാക്കിയ ലൈലയുടെ കൃഷി അനുഭവങ്ങൾ ഇന്ന് നമുക്കായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 10 വർഷമായി. സ്വന്തമായിട്ട് ഭൂമിയില്ലായിരുന്നു. എന്നെ വിവാഹം കഴിച്ചത് കർണാടകയിലേക്കായിരുന്നു. സാമ്രാജ്യ നഗർ പറഞ്ഞ സ്ഥലത്തിലേക്കായിരുന്നു. അവിടെ ഭർത്താവിനൊക്കെ ഈ വീടിൻ്റെ പണി മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ 8 വർഷം അവിടെ ആയിരുന്നു. പിന്നെ അവിടെ വാപ്പയും ഉമ്മയൊക്കെ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊന്നുമില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഇവിടെ ഞങ്ങൾ 4 സെൻറ്റ് കോളനി വിലക്ക് വാങ്ങി അതിലായിരുന്നു താമസം. അങ്ങനെ എനിക്ക് 4 മക്കളാണ് മൊത്തം. അതിലൊരു മോൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന 4 സെൻറ്റ് കോളനി അത് ചെറിയൊരു ഷെഡായിരുന്നു. ഭർത്താവ് ഉന്തുവണ്ടിയിൽ കച്ചവടത്തിനൊക്കെ പോയി അങ്ങനെ കുറേശ്ശെ അങ്ങനെ വീടൊക്കെ നന്നാക്കി. പിന്നെ ഞങ്ങളൊരു 10-25 സെൻറ്റ് സ്ഥലം വേറെ വാങ്ങി മൂത്ത മോളെ കെട്ടിച്ചു. അങ്ങനെ ആളായിട്ടൊക്കെ ഇങ്ങനെ പരിചയമായി കൊണ്ട് വന്നു. അതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് തന്നെ മോളെ കെട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെറിയൊരു കടയൊക്കെ തയ്യക്കടയാക്കി. ആദ്യം തയ്ക്കാൻ അറിയാം, കുറേശ്ശെ അറിയുള്ളൂ. നല്ല തയ്ക്കാൻ അറിയുന്ന ആളെ വെച്ചിട്ടാണ് പണിയെടുപ്പിച്ചിരുന്നത്. അങ്ങനെ അവർ കറക്റ്റ് വരാതെയൊക്കെ ആയി തുണികളൊക്കെ ബാലൻസ് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി ചായക്കടയാക്കിയത്. 3 വർഷം ചായക്കടയും 2-3 വർഷം ഹോട്ടലുമായിട്ട് നടത്തി. അങ്ങനെ നല്ല തിരക്കുള്ള സമയത്ത് ഈ പണിക്കാർ വരാതെയാവും. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഇടങ്ങാറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ കട അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ പച്ചക്കറി പലർക്ക് കടയാക്കി. പച്ചക്കറി പലർക്ക് കടയായപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ കുറേശ്ശെ കുഴപ്പമില്ലാത്ത രീതിയൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് കുറേശ്ശെ അന്നുണ്ട് കൃഷിയോടുള്ള കുറേശ്ശെ താല്പര്യം. സത്യത്തിൽ ചെറുപ്പം മുതലേ ഞങ്ങളെ വീട്ടിലൊരു 10-50 സെൻറ്റ് സ്ഥലമുണ്ട്. അതിലേക്ക് പണിയെടുപ്പിക്കാൻ പണിക്കാരെ വിളിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെറുതാകുമ്പോൾ ചെറിയൊരു കൈക്കൂട്ടിൻ്റെ കഷ്ണം തന്നിട്ട്, പിടി നീളല്ലാത്ത കൈക്കൂട്ട് തന്നിട്ട് ഞങ്ങളൊപ്പം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒപ്പം നിന്ന് കൊത്തി ശീലമുണ്ട്. അങ്ങനെ പറമ്പിലെ പണിയൊക്കെ എടുത്ത് ശീലം നല്ലോണമുണ്ട്. ആ ശീലം വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഓരോരുത്തരടുത്ത് ആദ്യം പുളിപ്പരക്ക കോളനി അറിയും. 60 സെൻറ്റ് സ്ഥലം വാങ്ങി അതിലേക്ക് പാട്ടത്തിനെടുത്തിട്ട് അന്ന് 4000 രൂപയ്ക്ക് ആ പാട്ടത്തിനെടുത്ത് അതിലേക്ക് ഇങ്ങനെ കൃഷി ഇറക്കി. പിന്നീട് അത് ഒരു സ്ഥലത്ത് 2 ഏക്കറും വേറെ സ്ഥലത്ത് 2 ഏക്കറും 4 ഏക്കറായി വയൽ. നെൽകൃഷി ഫസ്റ്റ് നെൽകൃഷി. അത് പിന്നെ അതിന് തന്നെ കപ്പയാക്കി. ആ കപ്പയൊക്കെ ആക്കിയപ്പോൾ ഒരു ഭയങ്കര ശല്യം, പന്നിൻ്റെ ശല്യം ഉണ്ട്. വളരെ ഇടങ്ങറായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് വേറൊരാളെ സ്ഥലം തരിശായി കിടന്നിരുന്ന സ്ഥലം, അത് വർഷക്കാലത്ത് തോട്ടിലെ വെള്ളം വന്നിട്ട് അങ്ങോട്ട് മേലേക്ക് കയറി ആരും കൃഷി ചെയ്യാതെ തരിശായി കിടന്നൊരു സ്ഥലമുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചു. അതിൽ കുറേ കവുങ്ങും തെങ്ങും ജൂക്കാലിയൊക്കെ ഉണ്ട്. ഞാൻ അവരോട് വെറുതെ ചോദിച്ചു അതൊന്നും എനിക്ക് തരുമോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പാട്ടം 15,000 റുപ്യ തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 15-നൊന്നും ഇല്ലല്ലോ, അതിൽ പിന്നെ എല്ലാം തരിശായി കിടക്കുന്ന സ്ഥലമാണ്, അതിൽ കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള അല്ലേന്ന് പറഞ്ഞു. പറ്റൂലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അത് 15 റുപ്യയൊക്കെ എടുത്തിട്ട് അതിൽ കപ്പ കൃഷി 3 വർഷം ചെയ്തു.
കപ്പ കൃഷി 3 വർഷം ചെയ്തിട്ട് അപ്പോൾ താഴെ ഭാഗത്തേക്ക് എപ്പോഴും കപ്പ ചീച്ചില്ല. വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ? തോട്ടിന്ന് വെള്ളം കയറും. പിന്നെ ഒരു നല്ല നനവുള്ള സ്ഥലമാണ്. അങ്ങനെ താഴെ ഭാഗം നെല്ലാക്കിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. അങ്ങനെ മേലെ ഭാഗത്തേക്ക് കപ്പയും താഴെ ഭാഗം നെല്ലുമായിരുന്നു. കപ്പ അങ്ങനെ നട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എപ്പോഴും ഈ ഞണ്ട് വെട്ടൽ, ഈ പെരിച്ചായിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഞണ്ടും പെരിച്ചായും ഒന്ന് പൂട്ടിയടിച്ച് കണ്ടം പൂട്ടിയടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒരു ശമനം കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ, ആ കപ്പൻ്റെ ഏരി JCB വെച്ചിട്ട് പൊക്കിയ ഏരിയായിരുന്നു. ആ ഏരി പണിക്കാരെ വെച്ച് തട്ടി നിരത്തി. അതിനെനിക്ക് ഒരു 10,000-50,000 രൂപ അയക്കണം തട്ടി നിരത്തി ഒരു 4 പ്രാവശ്യം ട്രാക്ടർ വെച്ചടിച്ച് അതിൽ ബംഗാളികളെ കൊണ്ട് ഞാറ് നടിപ്പിച്ചു. അതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 25 സെൻറ്റ് സ്ഥലം വാങ്ങി ഞാനും എൻ്റെ ഭർത്താവ് ഒരു 100 രൂപ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു 50 രൂപ ഉണ്ടാക്കി സഹായിക്കണം എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ 2 ഏക്കർ എടുത്തിട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ചെയ്താണ് രണ്ടാമത്തെ മോളെ കെട്ടിച്ചു. അവിടുന്ന് ഞാൻ നിൽക്കുന്ന 4 സെൻറ്റ് കോളനി കൊടുത്ത് ഞാൻ ഇവിടെ മാടക്കര അടുത്ത്, കോളനി എന്ന് പറഞ്ഞാൽ കൊമ്മാടായിരുന്നു, ആ കോളനി കൊടുത്ത് മാടക്കര തുമ്പക്കുനി എന്ന സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലവും ഒരു പഴയ വീടും വാങ്ങി അത് റിപ്പയർ ചെയ്ത് അതിലേക്ക് കയറിക്കൂടി എൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ നമുക്ക് സൗകര്യമായി. അങ്ങനെ അത് വീടൊക്കെ വാങ്ങി ഇപ്പം 3ാമത്തെ ആളെയും കെട്ടിച്ചു. ഇപ്പം എനിക്ക് വീട്ടിൽ ആരുമില്ല. എൻ്റെ ടൈം പാസിങ് കൃഷിയാണ്, നമ്മളെ അധ്വാനം. അതായത് കൂടുതൽ പണിയുണ്ടെങ്കിൽ മാത്രമേ പണിക്കാരെ വിളിക്കുള്ളൂ. ഒരുവിധം പണിയൊക്കെ ഞാൻ എടുക്കും. രാവിലെ ഒരു 5 മണിക്ക് എണീച്ച് ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വയലിലേക്ക് ഇറങ്ങും. പിന്നെ ഞാൻ ഒരു 7 മണി 7:30 വരെ വയലുണ്ടാവും. അപ്പൊ ഇത് ഈ കരഭൂമിയിൽ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അത് എത്രയോ വർഷങ്ങളായിട്ട് കരഭൂമിയായി കിടക്കുമായിരുന്നു, കരവയലായിട്ട് കിടക്കുമായിരുന്നു. അതിൽ ഞാൻ വേറെ സ്ഥലത്തുനിന്ന് വെള്ളം തിരിച്ചു വിട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് 1000 കണ. നല്ല വിളവ് കിട്ടുന്നത്, നെല്ലും നല്ല ലാഭമാണ്. പിന്നെ പൊട്ടിക്കണച്ചു വരും. ഈ ബംഗാളി നാട്ടിയാകുമ്പോൾ വിട്ടാണ് അവർ നടുള്ളൂ. അപ്പോൾ അത് പൊട്ടിക്കണച്ചു വരും. ഇപ്പൊ ഒന്ന് അടുത്തിട്ടുണ്ട്, കതിര് വന്നു തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങാൻ കാരണം കടയാണെങ്കിലും കൂടി കടയിൽ ചിലപ്പോൾ കച്ചവടം ഉണ്ടാവും, ചിലപ്പോൾ കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ് റോളിങ്, ഈ കടയൊക്കെ ഇട്ട് നടക്കുന്നവർക്കൊക്കെ റോളിങ്ങിന് പൈസ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അതിന് പൈസ ഇല്ല. നമ്മൾ വല്ല കൃഷിയൊക്കെ ആയിട്ട് നമ്മൾ റോളിങ് ചെയ്യാനുള്ള പൈസ, കൃഷിയിൽ നിന്ന് എടുക്കുന്ന പൈസ കടയിലേക്ക് റോൾ ചെയ്യും. ചിലപ്പോൾ കടയിൽ നിന്നുള്ള പൈസ കൃഷിയിലേക്ക് റോൾ ചെയ്യും. അല്ലാതെ ഒരാളോട് 1 രൂപ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അധ്വാനിച്ച പൈസ, അത് എത്രയൊക്കെ കൃഷി ചെയ്യെങ്കിലും കൂടി എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. നമുക്ക് ഒരാളോട് കൈയാട്ടി അറിയിക്കുന്നത്, നമ്മളെ പ്രയാസങ്ങൾ ഒരാളോട് പറയുന്നത് ഇഷ്ടമല്ല. എത്ര പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ഏത് വഴിക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയും, നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ, നല്ല രീതിയിൽ ഏത് വഴിക്ക് നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ച് അതിനനുസരിച്ച് ചെയ്യും. കാരണം ജീവിത സാഹചര്യമാണ് അങ്ങനെയൊക്കെ വരിക. ഞാൻ 7ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പഠിക്കുന്ന കാലത്ത് വളരെ മോശമായിരുന്നു. കാരണം പിന്നെ വീട്ടിൽ അത് നോക്കാനും ഉപ്പയും ഉമ്മയൊന്നും സ്കൂളിലേക്ക് പോയില്ലെന്ന് നോക്കാനും ഉപ്പ ഒരു സുഖമില്ലാത്ത ഒരാളായിരുന്നു. ഉമ്മ പണിയെടുത്തിട്ട് വേണ്ടിയിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. അപ്പോൾ ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല, ചിലപ്പോൾ അനിയന്മാരെ നോക്കി വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിട്ട് സ്കൂളൊന്നും കറക്റ്റ് പഠിച്ചിട്ടില്ല. പക്ഷേ കടയും കാര്യവും ജീവിതമായപ്പോൾ തന്നെ കണക്കും കാര്യമൊക്കെ പഠിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം ജീവിച്ച് വന്ന ആ ശൈലിയിൽ ഞാനെല്ലാം പഠിച്ചു. കാരണം എങ്ങനെയായാലും നമ്മൾ ഒരു ദിവസം പോലും തലയുയർത്തി ജീവിച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. അധ്വാനിച്ച് നമ്മളെ വേർപ്പിൻ്റെ പൈസ തിന്നാനും അതുപോലെ ഇത്രയും കഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് 1 രൂപ ഹോസ്പിറ്റൽ ചിലവോ മറ്റതോ മറിച്ചതോ ഒന്നും വന്നിട്ടില്ല. ചെറുതായിട്ടൊരു ഷുഗറൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഭക്ഷണം കൺട്രോൾ ചെയ്തും അതുപോലെ എനിക്ക് അധ്വാനം കൂട്ടി. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ഇപ്പോൾ ഒരു മരുന്നോ ഗുളികയോ ഒന്നും കഴിക്കുന്നില്ല. എൻ്റെ ദഹനക്കുറവോ മറ്റുള്ള സംഭവമൊന്നുമില്ല. ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം കൂടി കൃഷിയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് അത് മെച്ചപ്പെട്ടു പോകുന്നത്. തീർച്ചയായിട്ടും രാവിലെ ഒരു 5 മണിക്ക് എണീച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയാൽ 7 മണി 7:15 വരെ വയലിലായിരിക്കും. ആ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, നേരെ കടയിലേക്ക് പോകും. കട തുറന്ന് അവിടെ അപ്പുറത്തെ ഹോട്ടലിലേക്ക് സാധനമൊക്കെ കൊടുക്കാണ്ട്, ഹോട്ടലിൽ നമ്മളിടുന്ന സാധനം വാങ്ങുന്നത് ഹോട്ടലിലേക്കൊക്കെ സാധനമൊക്കെ പച്ചക്കറി കട തന്നെയല്ലേ? പച്ചക്കറി ഹോട്ടലിലേക്കൊക്കെ സാധനം പച്ചക്കറിയൊക്കെ കൊടുക്കാനുണ്ട്. ആ പച്ചക്കറിയൊക്കെ അവർക്ക് കൊടുത്ത് ഒരു 9:30 ആകുമ്പോൾ എൻ്റെ തൊഴിലാളി വരുന്നുണ്ട്. തൊഴിലാളിയല്ല, എൻ്റെ ഒരു അനുജത്തിയായിട്ടാണ് ഞാൻ അവളെ കഴുത്തിയിട്ടുള്ളത്.
അവളെന്താ പറയുക, അത്രയും സത്യസന്ധമായിട്ട് കടയിലെ കാര്യങ്ങളൊക്കെ ഞാനില്ലെങ്കിലും കൈകാര്യം ചെയ്യും. അവളൊരു 9:30 വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും അവളും കൂടിയൊക്കെ ഒതുക്കി പെറുക്കി കൊടുത്ത് ഒരു 10:30-11 മണിയാകുമ്പോൾ ഞാൻ വീണ്ടും പോവും വയലിലേക്ക്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയലിൽ പോവും. വയലിൽ പോയി പിന്നെ ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും വീണ്ടും വയലിലേക്ക് പോവും. 4:45 വീണ്ടും തിരിച്ചു വരും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ കടയിലേക്ക് പോകും. എനിക്ക് ഫ്രീ ആയിരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ചെറുപ്പം മുതലേ അധ്വാനിച്ച ശീലം, അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ ശീലം നിലനിൽക്കുന്നത്. നെല്ലിപ്പോൾ 1000 കണയാണ് നട്ടതെന്ന് പറയുന്നു. അപ്പൊ അടുത്ത വർഷത്തേക്ക് വിത്തും ഇതിൽ നിന്ന് തന്നെയാണോ ശേഖരിച്ച് വയ്ക്കുന്നത്? അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വിത്ത് എടുത്തിച്ചിരുന്നു. അത് നമുക്ക് വലിച്ചൂരിയായിരുന്നു. അത് കണ്ടമാനം പതിരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ അത് ഒഴിവാക്കി ഇപ്രാവശ്യം വിത്ത് വേറെ വാങ്ങിയതാ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് വിത്ത് വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേയൊക്കെ കുറേ കൊടുക്കലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചത് അരി വാങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മളെ ഭക്ഷണം. അതുകൊണ്ട് കുറച്ച് നമ്മൾ ആവശ്യത്തിന് വെച്ച് ബാക്കിയൊക്കെ കൊടുത്തിട്ടുള്ളത്. റേഷൻ അരി ഞങ്ങൾക്ക് തികയില്ല. അപ്പോൾ കുറച്ച് നമ്മളെ ആവശ്യത്തിന് വെച്ച് അതും പുഴുങ്ങാൻ നേരമായിട്ട് അത് നെല്ല് അങ്ങനെ കൊടുത്തിട്ട് അതിനുള്ള അരി വാങ്ങല. നെല്ല് സപ്ലൈകോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ സപ്ലൈകോയ്ക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഒരു കണക്കുണ്ടാവും. ഇപ്പം കഴിഞ്ഞ വർഷം കൊടുത്ത് ജമാൽ എന്ന് പറഞ്ഞ ആളാണ്, അവരെ പേരിലേക്ക്. പിന്നെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഫാത്തിമ എന്ന് പറഞ്ഞ പേരിലേക്ക്. പിന്നെ അതിന്റെ മുന്നത്തെ പ്രാവശ്യം ദയാനന്ദൻ എന്ന് പറഞ്ഞ ആളെ പേരില്. അങ്ങനെ ആളുടെ പേരിൽ വേണമായിരുന്നു കൊടുക്കാൻ. എനിക്ക് സ്വന്തമായിട്ട് പാട്ടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ആക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പിലെ ഒന്നിനുമില്ല, അതായത് സമിതിയിലെ ഒന്നിനുമില്ല. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷിഭവന്റെ ഒരു ചെറിയ ആനുകൂല്യം അവർ പറഞ്ഞ് കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൃഷിഭവന്റെ ആനുകൂല്യങ്ങൾ ധാരാളം കർഷകർക്കായിട്ട് നൽകുന്നുണ്ട്. ഇപ്പൊ വിത്തുകളാണെങ്കിലും നമുക്ക് കൃഷിക്കൂട്ടങ്ങളുണ്ട്. കൃഷിഭവന്റെ കീഴിലാണ്. അപ്പൊ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കൃഷിഭവനുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതുപോലെ കൃഷിക്കൂട്ടങ്ങളിൽ ചേരണം. അപ്പൊ അത് ഒരുപാട് നമ്മുടെ കൃഷിയെ സഹായിക്കും. അപ്പൊ അത് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഒരു കൃഷി ഇറക്കുമ്പോ ഇപ്പൊ നെൽകൃഷി ആണെങ്കിലും ചെയ്യുന്നതിന്റെ ഒരു രീതിയുണ്ട്. താങ്കൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കൃഷി രീതി എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് പണിക്കാരുണ്ട്. അവരെ വിളിച്ച് കൊത്തി നിരത്തി 4 പ്രാവശ്യം ട്രാക്ടർ വെച്ച് അടിച്ച് അതിൽ ഒരു സൈഡിൽ ഞാറ് വെച്ചിരുന്നു. ആ ഞാറ് പാകമായപ്പോൾ അതിന് മറ്റേ കണ്ടാൻ പൂട്ടിയടിച്ച് വരമ്പ് വെപ്പിച്ച് പിന്നെ ബംഗാളികളെ വിളിച്ച് കൃഷി നട്ടു. വളം ചേർക്കുക, കീടങ്ങൾ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കീടങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുവരെ അങ്ങനത്തെ ഒരു ശല്യം എനിക്ക് വന്നിട്ടില്ല നെൽകൃഷിയിൽ. അതിന് ഞാൻ വളം എന്ന് പറഞ്ഞാൽ യൂറിയ മാത്രമേ ആദ്യം ഇട്ടിട്ടുള്ളൂ, ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ യൂറിയ ഇട്ടൊന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 18 നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ഥലം തോട്ടിൽ നിന്നും പിന്നെ വെള്ളം വന്നാൽ മേലൊക്കെ കയറും, അക്കൽ കയറും. അതുപോലെ ടൗണിലുള്ള വെള്ളം മുഴുവനും ഒലിച്ചു പോകുന്ന ഈ കണ്ടത്തിലേക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വളം ചെയ്താൽ മതി. അല്ലാതെ ചെയ്താൽ ഓവർ വളമായിട്ട് നെല്ല് പൊട്ടച്ചു പോകും. അപ്പോൾ ഒറ്റ പ്രാവശ്യമൊക്കെ വളം ചെയ്യലുള്ളൂ. വളമൊന്നും കാര്യമായിട്ട് ചെയ്യലില്ല. പ്രകൃതിയിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വളം കിട്ടുന്നുണ്ട്. നെൽകൃഷി ചെയ്യാനായിട്ട് നല്ലൊരു സാഹചര്യം ഉള്ളിടത്ത് തന്നെയാണ്. ഇപ്പൊ പച്ചക്കറി കട നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ നെൽകൃഷിന്റെ ഒരു സീസൺ കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കൊയ്ത്ത് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ പാടം വെറുതെ കിടക്കുക. അല്ല ഞാൻ അതിൽ മമ്പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിതച്ചിടും. ഞാൻ ഒഴിവാക്കി വിടൂല, എന്തെങ്കിലും ചെയ്യും. അത് ഒന്നാമത് ഒരു കണ്ടത്തിൽ നമ്മൾ എപ്പോഴും നെൽകൃഷി മാത്രം ചെയ്യുമ്പോൾ ആ കണ്ടത്തിലെ അണുക്കൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൃഷികൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മളെ ശരീരത്തിൽ തന്നെ ഒരുപാട് അണുക്കളുണ്ട്. അപ്പോൾ ഈ അണുക്കള ഉൽപ്പാദനം കൂടിയാണ് നമ്മൾ ചേഞ്ചിങ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കപ്പ നട്ടു എന്ന് വിചാരിച്ചോളൂ. ഇപ്രാവശ്യം കപ്പ നട്ടു, അടുത്ത പ്രാവശ്യം അതിലേക്ക് നെൽകൃഷി ചെയ്ത് ഇറക്കിയിട്ട് നെല്ല് ഉഷാറായിരിക്കും. അതേ സമയത്ത് കൊല്ലം നെല്ലായാൽ വളരൂല. അത് ചേഞ്ചിങ് കൊടുക്കണം. അപ്പൊ ഈ വേനൽക്കാലത്ത് പയറും പിന്നെ പച്ചക്കറി ഉണ്ട്. പയറും പച്ചക്കറി, ചീര അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എള്ളുണ്ടായിരുന്നു. പക്ഷെ എള്ള് മഴ മുന്നേ വന്നതോടുകൂടി ശരിക്കും കൊയ്തെടുക്കാൻ കഴിഞ്ഞില്ല, വെള്ളം കയറിപ്പോയി. എള്ള് മമ്പയർ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വെള്ളം കയറിപ്പോയത്. അതിൻ്റെ മേലത്തെ പ്രാവശ്യം ഞാൻ 10 രൂപ തന്നെ മമ്പയർ ഇട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഈ നെൽകൃഷി മാത്രം നോക്കി നിൽക്കാതെ ഒരിടവേള എന്തെങ്കിലും കൊടുത്ത് ആ വയലിൽ നമ്മളെപ്പോഴും കൊത്തും കളയും കണ്ടാൽ അതിനനുസരിച്ച് അടുത്ത കൃഷി നന്നായിക്കോളും. എൻ്റെ അഭിപ്രായം അതാ. വളത്തിൽ മാത്രമല്ല കാര്യം,
ഈ തരിശായി കിടക്കുന്ന സ്ഥലം നമ്മൾ ഒരു 6 മാസത്തിന് കൃഷി ചെയ്യുക, 6 മാസം കഴിഞ്ഞിട്ട് വെറുതെ ഇടുക, പിന്നെ നമ്മൾ കൃഷി ചെയ്യിക്കുമ്പോൾ അത് ഏൽക്കൂല. അതിന് എപ്പോഴും പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം, ഒന്നല്ലെങ്കിൽ ഒന്ന്. എല്ലാവരും പറയും കണ്ട ആറാൻ കിടക്കണം, പക്ഷെ ഈ നെല്ല് കൊയ്ത് കുറച്ച് ദിവസം നമ്മളൊന്ന് വലിയാൻ കിടക്കണം മമ്പയറിടാൻ, അല്ലെങ്കിൽ വലിഞ്ഞില്ലെങ്കിൽ കറക്റ്റ് ആവില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പൊ ഈ തോടിന്റെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്ക് വെള്ളത്തിനുള്ള. അപ്പൊ പുഞ്ചകൃഷിക്കായിട്ട് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? തോടിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ തോട് നിറഞ്ഞു വന്നാലേ മേലേക്ക് കയറുള്ളൂ. ഇതിപ്പോ ഒക്കെ വലിച്ചു പോകുന്ന അങ്ങോട്ടാ. തോട് നല്ലോങ്ങോട്ട് നിറഞ്ഞാല് മേലോട്ട് കയറി വരും. അപ്പൊ നമ്മളെ കപ്പയൊക്കെ കുറേ പോയിട്ടുണ്ട് വെള്ളത്തിൽ നിന്നിട്ട്. കാരണം ഒരു 2-3 ദിവസം നിൽക്കും, അതേ സ്പീഡിൽ ഇറങ്ങിപ്പോവും. ഇന്ന് തോട് നിറഞ്ഞു അങ്ങോട്ട് വെള്ളം വന്നെങ്കിലും ചിലപ്പോൾ 1 ദിവസം കൊണ്ടും താഴേക്ക് ഇറങ്ങിപ്പോവും. ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം. 2-3 പ്രാവശ്യമായിട്ട് കപ്പ ചീച്ചിലൊക്കെ വന്നിട്ടുണ്ട്. കപ്പയും തന്നെ ഞാൻ നല്ലൊരു പൈസേൻ്റെ കപ്പ വിറ്റിട്ടുണ്ട്. കാച്ചില്, ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും അതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കാച്ചില്, ചേമ്പ് ചെയ്യാൻ വെള്ളത്തിന്റെ ശല്യം ഉണ്ടായില്ല. ഈ വേനൽക്കാലത്ത് ചെയ്യാനായിട്ടും പറ്റത്തില്ല. വേനൽക്കാലത്ത് ചെയ്യുന്നതിനല്ല, ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം പുറപ്പുറമൊക്കെ പന്നി വന്നിട്ട് നിരത്തുന്നതാണ്. കപ്പ തന്നെ ഞാൻ ഒന്ന് മറച്ചു കൊടുത്തിട്ടാണ്. ഇപ്രാവശ്യം ഇപ്പം നമുക്ക് വയലിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കീരി ശല്യം ഉണ്ട് നെല്ലില്. കീരി നെല്ലിന്റെ മുരട് വെച്ചിട്ട് മാതിയിട്ട് ഇടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അത് ശരി, കീരി നെല്ല് കളയുന്നത്? ഉണ്ട്, കീരിയും കളയുന്നുണ്ട്. വയനാട് പോലെയുള്ള പ്രദേശത്ത് കൂടുതലായിട്ടും കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ളതാണ്. അപ്പൊ കർഷകർ അതിനെ തരണം ചെയ്താണ് അവിടെ കൃഷി ഇറക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മാടക്കര എന്ന് പറയുന്ന സ്ഥലം കുറച്ചുകൂടെ ഒരു ടൗൺ ഏരിയ ആണ്, ബത്തേരിക്ക് അടുത്താണ് വരുന്നത്. അപ്പൊ അവിടെ പോലും ഈ പന്നിയുടെ ശല്യം ഉണ്ട്. അപ്പോൾ സത്യത്തില് ഞാനിപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ചുറ്റും വീടും ഈ വെളിച്ചം വയലൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരാശ്വാസം. അല്ലാതെ അപ്പുറത്തേക്കൊക്കെ ഫുള്ള് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വരമ്പൊക്കെ പിന്നെ തട്ടി നിരത്തി ഒക്കെ കൂടി കുത്തി മറിച്ച് ഈ വരേനെ പിടിക്കുക, മണ്ണീരേനെ വര എഴുതിയിട്ടുള്ള ഭക്ഷണം. എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത് ഇങ്ങനെ ചുറ്റും വീടുണ്ടായതുകൊണ്ട് ഒരു കുണ്ടുപോലത്തെ സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല, എന്നാലും വരായില്ല. ഇപ്പൊ വീടിന്റെ അടുത്തൊക്കെ കുറെ നായകൾ ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു വല്ലാതെ ശല്യമില്ലാത്ത. അപ്പൊ നിങ്ങള് ഈ നെല്ലിന് ചുറ്റും കമ്പി വലിക്കോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊന്നും ഒന്നുമില്ല. കൃഷിയിലേക്ക് ഇറങ്ങണം എന്ന് താല്പര്യപ്പെടുന്നവരും ഉണ്ടാകാം. ഇപ്പൊ താത്തയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്തറിയോ, നമുക്ക് ഒരു ദിവസം 1 മിനിറ്റിന് നമ്മൾ വില കാണിപ്പിക്കും. 1 മിനിറ്റ് അത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് കാണിക്കണം. അത് 1 മിനിറ്റിന് വില ഉണ്ട്. ഒരു മനുഷ്യന് വില ഉള്ള പോലെ തന്നെ 1 മിനിറ്റിന് 1 സെക്കൻഡിന് വില ഉണ്ട്. ആ മിനിറ്റും സെക്കൻഡും വെച്ച് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എത്രയോ പേര് ഒരു ദിവസം ഈ മൊബൈലിൽ തോണ്ടി, അത് എന്നെ സംബന്ധിച്ച് ഇങ്ങോട്ട് കോള് വന്നാൽ ഞാൻ എടുക്കും. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 1-2 വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ കട്ട് ചെയ്യും. ഒന്നാമത് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് നമ്മൾ ചെയ്തിരിക്കണം. അത് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും നമ്മൾ മരിച്ചു പോയാലും മക്കളായാലും പറയും ഒരു നേരം പോലും വെറുതെ ഇരിക്കൂലായിരുന്നു. അതാണ് എൻ്റെ പോളിസി. അതാണ്, ഒരു നേരം പോലും മാതാവ് വെറുതെ ഇരിക്കൂലല്ലോ, അങ്ങനത്തെ ആയിരുന്നു. നാളെ മേലൊക്കെ അവർ പോലും ചിന്തിച്ചു പോകണം, സമയത്തിന് വില കൊടുക്കണം. വയലിൽ കൃഷി ഇറക്കുമ്പോൾ ചാണകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പച്ചിലകൾ എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ട് കാണാറുണ്ട്. അപ്പം ചാണകം ഉപയോഗിക്കാറുണ്ടോ? ചാണകം ഉപയോഗിക്കാറ് കുറവാണ്. ചാണകത്തിൽ ഒരു പുഴു വരുന്നുണ്ട്, അത് ഇതിനെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വാഴയിലേക്ക് ചാണകം ഇടാൻ പറ്റൂല. മുകളിലിട്ട് കൊടുത്താലും കുഴപ്പമില്ല, താഴേക്കൊരിക്കലും ഇട്ട് കൊടുത്തൂടാ. അതിൻ്റെ ഉണ്ണിക്കാമ്പടക്കം തിന്നു പോകുന്നൊരു സൈസ് വണ്ട് വരുന്നുണ്ട്. പ്രകൃതിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് കൃഷി ഇറക്കുന്നത്. ചാരം ചപ്പ് അത് നല്ല വയ്ക്കും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ കടയിലത്തെ കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടുപോകലുണ്ട്, അത് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. പിന്നെ അത് കൂടാതെ വേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര പിരിച്ചായി ശല്യമായി. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാറ്, ഈ നമ്മളെ കഞ്ഞിവെള്ളം ഒരു ഡ്രമ്മിനകത്ത് സൂക്ഷിച്ച് അതിലേക്ക് വേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം അത് അഴുകുമ്പോൾ ഇതിൻ്റെ ചെടികളെ മുകളിൽ കൂടി വെച്ച് കൊടുക്കും. അത് ശരി. അത് ശരി. അത് പച്ചക്കറി വേസ്റ്റുകളെല്ലാം കൂടിയാണ് കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അഴുകണം, പുഴു വരണം. പുഴു വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഈ പ്രാണികളില്ലേ, കീടങ്ങൾ, അതൊന്നും അതിന് വന്നിരിക്കില്ല. ഇപ്പോൾ പാവയ്ക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രാണികളായിരിക്കും. ആ പ്രാണികളെ പോകാനുള്ള മരുന്ന് തന്നെ അതിലേക്ക് വേണമെങ്കിൽ
വെല്ലം ചേർക്കാം, പിന്നെ മണം പുകല ഉണ്ടാവാതിരിക്കാൻ, അല്ലേ? പുകല ഇതൊക്കെ ചേർക്കാം, വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കാം. അപ്പോൾ എന്താ അറിയോ, കൂടുതൽ കീടങ്ങളെ ശല്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് സംഭവം. ഈ വേനൽക്കാലത്ത് നമ്മൾ കൃഷി ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം സൗകര്യം വെള്ളം ഇപ്പം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കരവയലിലാണ് 10 സെന്റ് സ്ഥലവും വീടും വാങ്ങിയിട്ട് താമസിക്കുന്നത്. ഇപ്പം അവിടെ ഇപ്പം നമുക്ക് ജലനിധി വെള്ളമുണ്ട്, നമ്മളെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വെള്ളത്തിന് ക്ഷാമൊന്നും ഇപ്പം ഇല്ല. അതിപ്പോൾ നമ്മൾ മോട്ടർ വെച്ചുകൊണ്ട് കൃഷിയിലേക്ക് അടിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഇത്രയിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയല്ലോ. ഇപ്പൊ എന്തായാലും നല്ലൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ടാവും. നമുക്ക് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ കുറച്ച് മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എനിക്ക് ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എനിക്ക് ഇനിയും എന്നെ കൊണ്ട് കഴിയും പോലൊക്കെ ഞാൻ കഷ്ടപ്പെടും. കൃഷി ചെയ്യണം, കൃഷി ഞാൻ നിർത്തൂല. കാരണം പച്ചക്കറിയായിട്ടും നെല്ലായിട്ടും കപ്പയായിട്ടും വാഴയായിട്ടുമാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ചിങ്, ചിലപ്പോൾ മധുരക്കിഴങ്ങ് വെക്കും. മധുരക്കിഴങ്ങൊക്കെയാണ് 3 മാസമാണ്. അത് കറക്റ്റ് പറിച്ചില്ലെങ്കിൽ അതിൽ കേട് വരും. അതിനൊക്കെ ഒരു പുഴു വരും. അതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. നമുക്ക് അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ അത് പറിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ കേടാ, മൂത്തു പോയാലും പൊങ്ങ് പോലെ അതാണ്. പിന്നെ ചേമ്പ് കുഴപ്പമില്ല, ചേമ്പ് നടാം. പക്ഷെ ഈ പന്നീന്റെ ശല്യമാണ്, പന്നി ശല്യം കാരണമാണ് ചേമ്പ് നടാൻ പേടി. ഇപ്പൊ വാഴയുണ്ട്. പലപ്പോഴും നമുക്ക് പിണ്ടിപ്പുഴു, മാണപ്പുഴു അങ്ങനെയുള്ള രോഗങ്ങളാണ് പലപ്പോഴും കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ് വിത്ത് തെരഞ്ഞെടുക്കുന്നതിലൊക്കെ എന്താണ് ശ്രദ്ധിക്കാറുള്ളത്? അത് വിത്ത് തെരഞ്ഞെടുക്കുന്നതിൽ ചെറുതായിട്ട് കുത്തുള്ള കന്നാണെങ്കിലും ഒരു 2 ആഴ്ച ഉണക്കുക. 2 ആഴ്ച അല്ലെങ്കിൽ 1 ആഴ്ച എങ്ങനെയെങ്കിലും ഉണക്കണം. ഉണക്കിയിട്ട് കന്ന് നടണം, അല്ലെങ്കിൽ ഈ സാധനം ചത്തുപോകില്ല. നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കണം. ഈ ഉണക്കാൻ സാഹചര്യം ഇല്ലാത്തപ്പോൾ സമയത്താണ് നമ്മൾ മരുന്ന് മുക്കുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും വാഴ മൂക്കുന്നതിനനുസരിച്ച് ആ പിണ്ടിപ്പുഴു ഉണ്ടാവും. അതിൽ മണലിലാകുമ്പോൾ കൂടുതലും ഉണ്ടാവും. കരയിൽ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. വാഴയ്ക്ക് കാര്യമായിട്ടുള്ള വളം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ചാരം 1, രണ്ടാമത്തെ ചപ്പ് 2-3 കൈ ആയപ്പോൾ ഒരു ചെറിയ പൊടി വളം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചപ്പ്. അങ്ങനെ ചേഞ്ചിങ് കൊടുക്കണം. ചാണകം ഇട്ട് കൊടുക്കുക. ചാണകം നടുമ്പടരുത്. ഒരു കുറച്ച് വലുതായിട്ടൊക്കെ ഒരു ലോസം മുകളിലിട്ട് കൊടുക്കാന്നല്ലാതെ നടുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുഴു ശല്യം കൂടും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ 15 ദിവസം കൂടുമ്പോൾ ചപ്പ് വെച്ച് കൊടുക്കുക. പിന്നെ കീടനാശിനിയുള്ള വളമൊക്കെ ഓരോരുത്തർ ഉപയോഗിക്കും. ഞാൻ അതൊന്നും ഉപയോഗിക്കലില്ല. നമ്മളും കൂടി കഴിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കലില്ല. നമ്മൾ കടയിലേക്ക് വാഴക്കൊല വെട്ടിയിട്ടുണ്ട്, പുറമേയും കുറേശ്ശെ വിറ്റിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇപ്പോൾ കച്ചവടം ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മൾ കൃഷി ഉണ്ടാക്കുകയാണെങ്കിലും മോശപ്പെട്ട സാധനം നമ്മളെ വീട്ടിലേക്ക് വെക്കും, നല്ല സാധനം കൊടുക്കും. അവർക്ക് കൃഷിയോട് താല്പര്യമുണ്ടോ? മോനുണ്ടായിരുന്നു, മോനിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഗൾഫ് പോയിന്റ് ശേഷമാണ് അവന് കിട്ടാത്ത. അവൻ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനേ. ഞാൻ പറഞ്ഞില്ല, 4 ഏക്കർ കൃഷിയുള്ളപ്പോൾ അവനാണ് ബൈക്കിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നാക്കലും പണിക്കാരെ വിളിക്കലും ഒക്കെ അവന് നല്ലോണം ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ തന്നെയായി. അപ്പോൾ അതാണ് കൃഷിയൊക്കെ കുറച്ചത്, നെൽകൃഷി കുറച്ചത്. മോനുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലെടുക്കാൻ സഹായത്തിന് ഒരാൾ. അതെ അതെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഈ പ്രാവശ്യം നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്? നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ അതിൽ വേഗം പുട്ടിയടിച്ച് സൂര്യകാന്തി നട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം നല്ല സേറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഒരു കാര്യം കൂടി പറയാം. ഈശ്വരൻ നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ആരോഗ്യം നമ്മൾ വിനിയോഗിക്കണം. നമ്മളെ ഏത് കാലം എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നറിയില്ല. ആരോഗ്യം പരമാവധി വിനിയോഗിക്കുക, ആവതുള്ള കാലം മുഴുവനും. അതില്ലാത്തപ്പോൾ ഒരാളെ ആശ്രയിക്കാം. അപ്പോൾ കൃഷി ചെയ്യുക, കൃഷിയിലൂടെ സന്തോഷം കണ്ടെത്തുക, നമ്മുടെ ആരോഗ്യം നിലനിർത്തുക, ഇതാണ് നമ്മളോട് പറയാൻ. ഒന്നാമത് വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, കൃഷി മാത്രമല്ല, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഏതിന്ന് നമ്മൾ കരകയറാൻ പറ്റും. നമ്മളെ സാഹചര്യം എങ്ങനെ വെട്ടിത്തെളിച്ച് മുന്നോട്ട് കയറാൻ പറ്റും, ആ വഴി നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. അതേ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും മുന്നോട്ട് നമുക്ക് ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായിട്ട് നമ്മൾ ചെയ്യുന്ന വഴികളെ ഉണ്ടാവുള്ളൂ. നമ്മൾ മോശമായ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികം വേണ്ടുള്ളൂ, താൽക്കാലികം മാത്രം. നമുക്ക് ഓരോ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ ഏത് വഴി കൂടെ നമ്മൾ അത് തരണം ചെയ്യണമെന്ന് ചിന്തിച്ച് അത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ച് തരണം ചെയ്യാനുള്ള ഒരു കരുത്തും അത് സഹിക്കാനും പൊറുക്കാനുള്ളൊരു മനസ്സുമാണ് വേണ്ടത്.
അപ്പൊ അത്രയും പോസിറ്റീവായിട്ടുള്ള ചിന്തകളുമായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. സ്റ്റുഡിയോയിൽ വന്നതും ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വെച്ചതിലൊക്കെ അപ്പം മുമ്പോട്ട് ധാരാളം അംഗീകാരങ്ങളൊക്കെ തേടിയെത്തട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം ആവട്ടെ. ആയിക്കോട്ടെ. ആരോഗ്യമുള്ളിടത്തോളം കാലം മണ്ണിൽ പണിയെടുക്കാനും കൃഷി ചെയ്യാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. 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 തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്ത് വിജയം കൈവരിച്ച വയനാട് സ്വദേശിനി ലൈലയായിരുന്നു ഇതുവരെ നമുക്കിപ്പോ. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണം മണ്ണിന്റെ മക്കടവാട്ട്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണം മണ്ണിന്റെ മക്കടവാട്ട്. പാട്ടിനു താളമടിക്കണ മാടത്തിൽ പുലയന്റെ കരള്, കരളിന്റെ കരളില് പാട്ട് നെയ്യണ് തങ്കക്കിനാവ്. പാട്ടിന് താളമടിക്കണ് മാടത്തിൽ പുലയന്റെ കരള്, കരളിന്റെ കരളില് പാട്ട് നെയ്യണ് തങ്കക്കിനാവ്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കടവാട്ട്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കടവാട്ട്. മലമുകളിലുടലറി വരുമൊരൊറ്റയാൻ പോലെ കുതി കുതിച്ചു വരുന്നോരാറ്റു വെള്ളം തടയാ. മലമുകളിലുടലറി വരുമൊരൊറ്റയാൻ പോലെ കുതി കുതിച്ചു വരുന്നോരാറ്റു വെള്ളം തടയാ. മടയുയർത്തണ പുലയന്റെ കുടിലെത്തി പുക പൊങ്ങ, മനം തെളിയണേ മിഴി തുറക്കണേ ദേവതമാരെ. മടയുയർത്തണ പുലയന്റെ കുടിലെത്തി പുക പൊങ്ങ, മനം തെളിയണേ മിഴി തുറക്കണേ ദേവതമാരെ. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കടവാട്ട്. പുഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കടവാട്ട്. വയലും വീടും സമാപിക്കുന്നു. ോ